ഹലോ ഗായ്സ് അപ്പോൾ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. വലിയ ഫംഗ്ഷൻ കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു ഫംഗ്ഷനാണ്. ടൈം വന്നിട്ട് ഒരു 6-6:30 ആയി കാണും. അങ്ങനെ ഭദ്ര വരുന്ന വഴിക്ക് ഗായത്രി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഭദ്രയുടെ വീട്ടിലോട്ടാണ് പോയത്. ഞങ്ങളുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണോ, ചിലപ്പം ഗായത്രിയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടായിരിക്കാം, പോയപ്പോൾ തന്നെ കറണ്ട് ഇല്ലായിരുന്നേ. അങ്ങനെ എൻ്റെ ഐശ്വര്യ കാരണം കൊണ്ടും പോയ ഉടനെ ഒരു 5 മിനിറ്റ് തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്ലി ചേച്ചി എനിക്ക് മാംഗോ ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കല്ലി ചേച്ചിയുടെ മോനാണ് ആദി. ഇവനെന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇവന് അതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, 60-ാം വയസ്സിലെ ബർത്ത്ഡേ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ പോയിട്ട് പിന്നെ ഏജ് കാര്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കേക്ക് വന്നിട്ട് നൈസ് ആയിരുന്നു ഗൈസ്. ഇപ്പോൾ ഈ മാംഗോ സീസൺ ആയതുകൊണ്ടായിരിക്കാം മാംഗോ ഫ്ലേവറിനോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, നാടൻ ചിക്കൻ പെരട്ട്, ദോശ, ബീഫ്. കണ്ടോ ഗൈസ്, ഇവനാണ് എനിക്ക് വിളമ്പി തരുന്നത്. ഈ സ്നേഹം ആര് കാണിക്കും? എൻ്റെ ഏജ് വല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കിട്ടുമായിരുന്നു ഗൈസ്. ഇവൻ എന്നെ കിട്ടണമെന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന ഇരിപ്പാണ്, എന്താവും അറിയില്ല. അങ്ങനെ പിന്നെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് എൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.